ഡൽഹിയിൽ ഇപ്പോൾ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതും ജന്തർ മന്ദിറിൽ പാറ്റ പാർട്ടിക്ക് വേണ്ടി സമരം നടത്തിയിരുന്ന ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ ശരിക്കും വെട്ടത് പാറ്റ പാർട്ടി തലവൻ അഭിജിത് ദീപ്കയാണ്. ഇതിനോടകം തന്നെ ഫുഡ് ഫെസ്റ്റായി മാറിയ ജന്തർ മന്ദിർ സമരം ശരിക്കും ആസ്വദിക്കുകയായിരുന്നു ദീപ്കെ. അഭിജിത് ദീപ്കയോടൊപ്പം ദേശീയ മാധ്യമങ്ങൾ ആരും തന്നെ ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് മലയാളത്തിലെ കുറച്ച് 2-3 മാധ്യമ പ്രവർത്തകരും കുറച്ച് ചാനലുകാരുമായിരുന്നു 24 മണിക്കൂറും 2 യൂണിറ്റ് ആയിട്ട് ജന്തർ മന്ദിറിൽ ഉണ്ടായിരുന്നത്. അവിടെ അതായത് ഈ ജെൻസി കുട്ടികളെയൊക്കെ അടക്കം, അല്ലെങ്കിൽ ജെൻസി കുട്ടികളായിരുന്നു ആദ്യം അവരുടെ ലക്ഷ്യമെങ്കിലും എങ്ങനെയെങ്കിലും ആളുകൾ അവിടെ ഈ ജന്തർ മന്ദിറിലെ സമരവേദിയിൽ തടിച്ചു കൂടണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഒരു 5-6 നേരമൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവർ വെച്ചത്. അതായത് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെയാണ് വാങ്ചുക്കിനെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതായത് ഇന്ന് രാവിലെയാണ് ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ യൂണിഫോം വേഷം അല്ലാതെ മഫ്തി വേഷത്തിൽ വന്ന് വാങ്ചുക്കിനെ നേരെ തൂക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അതോടെ സമരം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന നാണക്കേട് ഇല്ലാതാക്കാനാണ് ഒപ്പം ഉണ്ടായിരുന്നവർ അഭിജിത് ദീപ്കയുടെ സമരം തുടരാൻ അഭ്യർത്ഥിച്ചത്. ഈ അഭിജിത് ദീപ്കയെ നമുക്കറിയാം, അമേരിക്കയിൽ നിന്ന് നേരെ വിമാനം ഇറങ്ങി ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കിടക്കുന്നു താഴെ ബോധം കെട്ട് അവശനാവുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയത്. അവസാനം കൂടെ ഉള്ളവരൊക്കെ ബോട്ടിൽ വെള്ളമെടുത്ത് അഭിജിത് ദീപ്കയുടെ മുഖത്തും തലയിലേക്ക് ഒഴിച്ച് ശരീരമൊക്കെ ഒന്ന് തടവി ചൂടൊക്കെ ബ്ലഡ് ഓട്ടമൊക്കെ ആക്കിയതിന് ശേഷമാണ് അഭിജിത് ദീപ്ക ഒന്ന് എണീച്ച് നിന്നത്. അതായത് സൂര്യന്റെ വെയിലടിച്ചാൽ ബോധം കെട്ട് വീഴുന്ന ഒരു വ്യക്തിയാണ് ഈ അഭിജിത് ദീപ്ക എന്ന് പറയുന്നത്. ആ അഭിജിത് ദീപ്കയാണ് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഇനിയിപ്പോൾ നിരാഹാര സമരം കിടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വൻ കോമഡി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ അർദ്ധരാത്രിയൊക്കെ ആരെങ്കിലുമൊക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒളിച്ചിരുന്നൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ ഈ 2-3 ആഴ്ചയൊക്കെ ഈ നിരാഹാര സമരം അഭിജിത് ദീപ്കയുടെ ഈ ഒരു നാടകം ഇങ്ങനെ പോകും എന്നത് മറ്റൊരു കാര്യം. 2 ദിവസം മുമ്പ് വാങ്ചുക്കിന്റെ സമരം അവസാനിപ്പിക്കേണ്ടി വന്നേക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. ദീപ്കയുടെ നിരാഹാരം കിടക്കുന്ന കാര്യവും പാർട്ടിയിലെ മറ്റംഗങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ കോടതി ഇടപെട്ടതോടെ കാര്യങ്ങൾ തന്റെ വഴിക്ക് വരുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ദീപ്കെ. മാത്രമല്ല തങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് താന്ന് അപേക്ഷിക്കുകയും വരെ ചെയ്തു. അപ്പോഴാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മുമ്പേ തന്നെ ഡൽഹി പോലീസ് കുറച്ച് ഉദ്യോഗസ്ഥർ മഫ്തിയിലെത്തി വാങ്ചുക്കിനെ എടുത്ത് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതോടുകൂടി അഭിജിത് ദീപ്കയുടെ സകല പ്ലാനുകളും തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ പിന്തുണ അറിയിച്ചു നിന്ന പ്രകാശ് രാജിനെയും കെജ്രിവാളിനെയും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. കാരണം വാങ്ചുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കുറച്ച് 4 ആളുകൾ അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സിനിമാ നടൻ പ്രകാശ് രാജും പിന്നെ ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളുമാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഈ ആഹാരം കഴിക്കാതെ നിരാഹാര സമരം കിടക്കുന്നത് ഇവർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതോടുകൂടി ഇവരും ഇവരുടെ വാഹനങ്ങളിൽ കയറി പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ മാധ്യമങ്ങൾ അടക്കം തന്നെ പിന്നെ കണ്ടത്. നിരാഹാരം വന്ന് മുങ്ങി എന്ന രീതിയിലേക്ക് അങ്ങനെ കാര്യങ്ങളായി. അതോടെ നറുക്ക് വീണത് ദീപ്കയ്ക്ക് തന്നെയാണ്. വലിയ രീതിയിൽ പോലീസുകാരെ അടക്കം രാജ്യദ്രോഹിയാണെന്ന് തെറി വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ നിരാഹാരം കിടക്കാൻ പോവുകയാണ്, എനിക്ക് പകരം ആരെങ്കിലും വന്ന് ഇരിക്കൂ എന്നൊക്കെ ദീപ്കയെ അലറി വിളിച്ച് പറഞ്ഞെങ്കിലും ഒരൊറ്റ മനുഷ്യൻ പോലും ഞാൻ നിരാഹാരം കിടക്കാമെന്ന് പറഞ്ഞു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടെ വേറെ ഒരു ഗത്യന്തരമില്ലാതെ ഒരു പരഗതിയുമില്ലാതെ അഭിജിത് ദീപ്ക തന്നെ ഇനി ഞാൻ നിരാഹാരം കിടക്കാൻ പോവുകയാണ്, എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതല്ല, നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിജിത് ദീപ്ക നിരാഹാര സമരം കിടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇനി അടുത്ത ഒരു ആളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഈ അഭിജിത് ദീപ്ക എന്തായാലും 2-3 ദിവസത്തിനകം ആശുപത്രിയിലേക്ക് പോകും. അപ്പോൾ അടുത്ത ആള് നിരാഹാര സമരത്തിൽ കയറും. അങ്ങനത്തെ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ 2-3 SFI പ്രവർത്തകരും കൂടെ അഭിജിത് ദീപ്കയുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കാര്യം. പോലീസുകാർ തങ്ങളെ നോക്കി പരിഹസിച്ചുവെന്നും പോലീസുകാർ നമ്മളെ നോക്കി ചിരിച്ചുവെന്നും ഒക്കെ പറഞ്ഞ് തടിതപ്പാൻ നോക്കിയെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നവർ ഒടുവിൽ ദീപ്കയെ നിരാഹാര സമരം കിടത്തിയതിനു ശേഷമാണ് പിന്മാറിയത്. കൂടാതെ പട്ടിണി സമരം ആരംഭിച്ചതിന് പിന്നാലെ പൊട്ടിക്കരയുന്ന ദീപ്കയുടെ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ അഭിജിത് ദീപ്ക വലിയ രീതിയിൽ അവിടെ ഒരു വയലൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഡൽഹി പോലീസ് രാജ്യദ്രോഹിയാണ്, അവർ നമ്മളെ ദ്രോഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൽഹി പോലീസിനെ ഒന്ന് വയലന്റ് ആക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ച് അവർ
നമ്മളെ ലാത്തി ചാർജ് നടത്തി അങ്ങനെയെങ്കിലും എനിക്ക് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടന്നാൽ കുറച്ച് ട്രിപ്പെങ്കിലും കുറച്ച് ഗ്ലൂക്കോസ് എങ്കിലും ശരീരത്തിൽ കയറും, അങ്ങനെ ആ പേര് പറഞ്ഞെങ്കിലും എനിക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചാലും ഡൽഹി പോലീസ് സംയമനം പാലിച്ചതിനെ ഇവരുടെയൊക്കെ സ്വഭാവം നല്ല രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അണ്ണുവിട ഡൽഹി പോലീസ് അവിടെ ലാത്തി പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ കണ്ണീർവാതകം പ്രയോഗിക്കുകയോ ജലപിരിങ്ങി പ്രയോഗിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ അവിടെ ജന്തർ മന്ദിറിൽ നിരാഹാര സമരമായിട്ട് കിടക്കുന്നുണ്ട്. ഒളിച്ചും പാത്തുമൊക്കെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് ഒരു ഡൗട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു രീതി ഇപ്പോൾ പറ്റില്ല. കാരണം ദേശീയ മാധ്യമങ്ങളടക്കം 24 മണിക്കൂറോടെ ക്യാമറ കണ്ടും തുറന്നു വെച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതും അഭിജിത്ത് ദീപ്കയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.